ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇൻലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. A4 അർജുൻ ആൻഡ് N4 നന്ദന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഓണം എക്സാമിൻ്റെ മാർക്ക് എനിക്ക് കിട്ടിയത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വെസ് മാർക്ക് എന്നാണ് പറഞ്ഞത്. ഞാനത് ഇടാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഞാൻ എക്സ്പെക്റ്റേഷൻ ചെയ്തതല്ല, മൊത്തം വ്യത്യസ്തമായിട്ട് മാറിയിട്ടാണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് മാർക്ക് വന്നത്. അപ്പോൾ ഗൈസ്, നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ മാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ഓണം എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. SSLCയുടെ ഓണം എക്സാം കുറച്ച് ടഫ് ആവുമെന്നാണ് വിചാരിച്ചത്, എല്ലാവരും പൊതുവെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. പക്ഷേ നല്ല സിമ്പിളായിരുന്നു. മാത്സൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ മാത്സും ഫിസിക്സും ഒക്കെ ഭയങ്കര ടഫ് ആവുമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഭയങ്കര സിമ്പിളായിരുന്നു. മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആദ്യം മിഡ് ടേം എക്സാമിന് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് ഉണ്ടായിരുന്നത് ഫിസിക്സിലും മാത്സിലായിരുന്നു. ഫിസിക്സിൽ 20ൽ 10 അങ്ങോട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ മാത്സിലും 10, 11 അത്ര മാർക്കിനെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, ആ സബ്ജക്റ്റിനാണ് എനിക്ക്. മാത്സിൽ ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഒരു 70 പ്രതീക്ഷിച്ചതാണ്, പക്ഷേ 70 കിട്ടിയില്ല. മാത്സിലത്തെ മാർക്ക് ഞാൻ കാണിച്ചു തരാം. മാത്സിൽ ഭയങ്കര കുറവെന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് കുറവെന്ന് പറയാം, സെക്കൻഡ് ലാസ്റ്റ് കുറവെന്ന് പറയാം. അതുപോലെയാണ് മാത്സ്. കണ്ടോ, മാത്സിൻ്റെ പേപ്പർ എനിക്ക് 64/80 കാണുന്നുണ്ടോ എന്നറിയില്ല. 64/80 ആണെങ്കിൽ വേറെ രീതിയിലും കാണുന്നുണ്ടാവുക. അപ്പോൾ 64/80 എനിക്ക് കിട്ടിയ മാർക്ക് മാത്സിൽ. ഞാൻ 70 പ്രതീക്ഷിച്ചതാണ്, പക്ഷേ കുറേ ശ്രദ്ധ തെറ്റൊക്കെ കാരണമാണ് മാത്സിൽ പോയത്. മാത്സിൽ പിന്നെ ഭാഗ്യം പോലെ ഉണ്ടല്ലോ, ലക്കിനനുസരിച്ചാണ് കിട്ടുക. അത് കറക്റ്റായിരുന്നു. ഞാൻ പക്ഷേ എക്സാം പേപ്പർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഇതുവരെ ഞാൻ മാത്സ് പരീക്ഷ എഴുതിയതിൽ നിന്നും ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സാം ആയിരുന്നു ഈ വട്ടത്തെ ഓണം എക്സാം എന്ന് പറയുന്നത്. SSLCയുടെ 9ാം ക്ലാസ് ഇതുവരെ ഞാൻ മാത്സ് എക്സാം എഴുതി ഇത്ര ടഫായിട്ട് കണ്ടിട്ടില്ല പേപ്പർ. അത്രയും സിമ്പിൾ പേപ്പറായിരുന്നു. പക്ഷെ ശ്രദ്ധ തെറ്റുകൊണ്ടാണ് മൊത്തം പോയത്. ഞാൻ പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ 11+2 എന്നുള്ളതിന് ഉത്തരക്ക് അതുവരെയുള്ള സ്റ്റെപ്പ് കറക്റ്റ് ആയിരുന്നു. 11+2 എന്നുള്ളത് 13 ആണല്ലോ. അത് ഞാൻ 14 എഴുതി വെച്ചു. എന്നിട്ട് സിസ്റ്റർ എക്സാം പേപ്പറിൽ കഷ്ടം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധ പതറരുത് കുറേ കമൻറ്റുകൾ സിസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ തെറ്റ് കാട്ടായങ്ങൾ കണ്ടിട്ട്. ഇങ്ങനെ മാത്സിൽ 64/80. പിന്നെ ഫിസിക്സ് ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയ്ക്കും സിമ്പിളായിട്ടാണ് എഴുതിയത്. പിന്നെ ഇത്ര മാർക്ക് ഉണ്ടോ, മാത്സിൽ തന്നെ കുറച്ച് കുറഞ്ഞുകൊണ്ട് ഇത്ര മാർക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പ്രതീക്ഷിക്കാതെ ഫിസിക്സിൽ 40ൽ 40 ആയിരുന്നു കേസ്. അതിൽ ഫിസിക്സിൽ മാത്രമാണ് എനിക്ക് ഫുള്ള് മാർക്ക് ഓണം എക്സാമിൽ ഫുള്ളായത്. പിന്നെ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഫിസിക്സ് ഇത്രയും നാൾ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് കണക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധ തെറ്റുള്ളതുകൊണ്ട് ഫിസിക്സിൽ ഏറ്റവും കുറവ് മാർക്കാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ കുറവുള്ള മാർക്കും എന്തുകൊണ്ടോന്നറിയില്ല, ഞാനത് കൂടുതൽ അതാണ് ശ്രദ്ധിച്ചത്. ഫിസിക്സാണ്. മാത്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മാത്സ് ശ്രദ്ധ തെറ്റാനും പോയി. ഫിസിക്സും മാത്സുമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. 2 മാർക്ക് കുറവായതുകൊണ്ട്. കുഴപ്പമില്ലാതെ ഫിസിക്സിൽ ഫുൾ മാർക്ക് കിട്ടിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അടുത്തത് മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മലയാളത്തിൽ കുറേ ഉണ്ടാക്കി എഴുതിയാലും കറക്റ്റ് പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം മാത്രം എഴുതിയാലാണ് മാർക്ക് തരുള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ എനിക്ക് മലയാളം സെക്കൻഡിൽ 36 ഉണ്ട്. മലയാളം ഫസ്റ്റിലാണ് കുറഞ്ഞത്. എനിക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ 4 സബ്ജക്റ്റിൽ സെയിം മാർക്കാണ്, 2 എണ്ണത്തിൽ സെയിം മാർക്കാണ്. പിന്നെ ബാക്കിയുള്ള 80ൽ വരണ സബ്ജക്റ്റുകൾ മാത്രം വ്യത്യാസമായിട്ടുള്ള മാർക്കുകളുള്ളൂ. 40ൽ വരണ എല്ലാ പരീക്ഷയിലും സെയിം മാർക്കുകൾ വന്നിട്ടുണ്ട്. 4 വട്ടം 33 മാർക്ക് വന്നിട്ടുണ്ട്. 4 സബ്ജക്റ്റിൽ 33 തന്നെ കറക്റ്റ്. പിന്നെ 2 സബ്ജക്റ്റിൽ 36 വന്നിട്ടുണ്ട്. 80ൽ വന്നതാണ് വ്യത്യാസമുള്ളൂ. മലയാളം സെക്കൻഡിൽ 36 മലയാളം ഫസ്റ്റിൽ 33. ഞാൻ പറഞ്ഞു മലയാളം ഫസ്റ്റിൽ 33. അതിൽ 1 വേർഡൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, വെറുതെ അസിലാണ്ട് 1 വേർഡൊക്കെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മലയാളം സെക്കൻഡിൽ ഞാൻ അത്ര തന്നെ പ്രതീക്ഷിച്ചു, പക്ഷേ 33 പ്രതീക്ഷിച്ചു, കുറച്ചുകൂടി പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, എത്രയെങ്കിലും കിട്ടിയല്ലോ. പിന്നെ കെമിസ്ട്രിയിൽ ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ മാർക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പ്രതീക്ഷിക്കാണ്ട് കുറഞ്ഞിട്ടില്ല. 33 40/33. പക്ഷേ ഇത് ഞാൻ കുറച്ചും കൂടി ഒരു 35, 36 പ്രതീക്ഷിച്ചു. അത്യാഗ്രഹമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധ തെറ്റുകൊണ്ട് പോയതാണ്. 33 കുഴപ്പമില്ല, 33 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധ തെറ്റിച്ചിട്ട് എഴുതിയതാണ്. കാരണം എന്താ വെച്ചാൽ അവസാനത്തെ ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ ഞാൻ കുറേ വിട്ടിട്ടുണ്ടായിരുന്നു. അവസാനം കുറേ നറേഷനൊക്കെ കുറേ ഞാൻ ഉണ്ടാക്കി എഴുതിയിട്ട് അവസാനത്തെ ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അത് എഴുതാൻ നേരം കിട്ടില്ല. ടീച്ചർ അപ്പോഴേക്കും പേപ്പർ കൊണ്ടുപോയി. അങ്ങനെ പോയതാണ് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി മാർക്ക് ഉണ്ടായിരുന്നു. 80ൽ 54 കിട്ടിയത്.
ഇംഗ്ലീഷിൽ. അതിലാണ് ഏറ്റവും കുറവ് മാർക്ക് എനിക്ക് ഓണം എക്സാമിൽ. അത് മനഃപൂർവ്വം പോയത് അല്ല, അത് എഴുതണതിൻ്റെ ഇടയിൽ കൂടെ ടൈമില്ലാണ്ട് പോയതാണ്. മനഃപൂർവ്വം എന്ന് പറയാം. സോഷ്യലിൽ 80-ൽ 79ആണ്. സോഷ്യലിൽ മാർക്ക് കൂടുതലാണ്. സോഷ്യലാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. അതിലാണ് 79 ഉണ്ട്, 80-ൽ 79 ഉണ്ട്. പിന്നെ ഹിന്ദിയിൽ 33 തന്നെ. ഹിന്ദിയിൽ 36 ഉണ്ട്. ഹിന്ദിയിൽ 40-ൽ 36 ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതോറും ലെങ്ത്ത് കൂടുന്നുണ്ട് വീഡിയോയുടെ, അപ്പോൾ നിങ്ങൾക്കും കാണാനുള്ള. പിന്നെ അതായതാണ് ഞാൻ പറഞ്ഞ ഫിസിക്സിൽ 39, അതായത് 40ആയിട്ടാണ് അവർ കൂട്ടുക. അപ്പോൾ അങ്ങനെ ഫിസിക്സിലും സോഷ്യലിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. ഇതുപോലെ തന്നെ ഫിസിക്സിൽ അടുത്ത പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങണം എന്നാണ് ആഗ്രഹം. കാരണം ഇത് ടഫ് ആയതുകൊണ്ട്. ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് നല്ല എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. പിന്നെ ഞാൻ ഏറ്റവും കയ്യിൽ നിന്ന് പോകുന്നു വിചാരിച്ച സബ്ജക്റ്റാണ് ബയോളജി. കാരണം അതെനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസുകളൊക്കെ ഞാൻ പകുതി പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എഴുതിയത് ഞാൻ മാർക്ക് ഏറ്റവും കുറവാകുമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് ബയോളജിയിൽ 33 മാർക്ക് ഉണ്ടായിരുന്നു. എന്താണാവോ ടീച്ചർക്ക് ഇടാൻ തോന്നിയെന്ന് അറിയില്ല. 33 മാർക്ക് ഉണ്ടായിരുന്നു, അതും ഒരു ഭാഗ്യം. ഇംഗ്ലീഷിലാണ് ഏറ്റവും മാർക്ക് കുറഞ്ഞത്, 54, 80-ൽ. പിന്നെ മാത്സിൽ 80-ൽ 64, പിന്നെ 80-ൽ സോഷ്യൽ 79 ഉണ്ട്. അങ്ങനെ ഇംഗ്ലീഷിലും മാത്സിലാണ് കുറച്ച് കുറഞ്ഞത്. ബാക്കിയുള്ള എല്ലാത്തിലും നല്ല മാർക്കുണ്ട്. എനിക്ക് 4 A+, 3 Aയും ഒരു സി വരുന്നത് ഇംഗ്ലീഷിൽ, പിന്നെ ഒരു B+ ഉണ്ട് മാത്സിൽ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ടോട്ടൽ നോക്കിയപ്പോൾ 480-ലാണ് ടോട്ടൽ മാർക്ക്. 480-ൽ എനിക്ക് 408ആണ് മാർക്ക് വരുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള മാർക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബയോളജിയിൽ അട്ടിമറിച്ചുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ. ബയോളജിയിൽ കുറവാണെന്ന് ചോദിച്ചാൽ ബയോളജിയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ മാത്സിൽ അത്യാവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചു, എളുപ്പമായതുകൊണ്ട്. പക്ഷേ മാത്സിൽ കുറവാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, കിട്ടിയത്, എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നോന്നൊക്കെ ഉള്ളത് കമൻറ്റ് ഇടുക. ഇത്രയും ലെങ്ത് ഓവർ ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് കാണുമെന്നൊന്നും അറിയില്ല. ഇത്രയും ക്ഷമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കുറേ പേരുണ്ട് കാണുന്നവർ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ഇടണം. ബൈ.